ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കഴിഞ്ഞ സൺഡേയുടെ ഒരു വ്ളോഗാണ് കേട്ടോ. സൺഡേ വീട്ടിൽ ഇരിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം എനിക്ക് മൺഡേ തൊട്ട് സാറ്റർഡേ വരെ വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് സൺഡേ ഞാൻ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ട കാര്യം കേട്ടോ. നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു താജ്മഹൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് ഞാനിന്ന് പോയത് കേട്ടോ. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 റുപ്പീസാണ് എൻട്രി ഫീസ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ താജ്മഹൽ കാണാൻ പോയി. ഫ്രണ്ടിൽ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ശരിക്കുള്ള ഡൽഹിയിലുള്ള താജ്മഹൽ കണ്ടിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ലൈഫിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു തൃപ്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച തകൃതിയായിട്ട് മഴ പെയ്തതിൻ്റെ അറിയാനുണ്ടായിരുന്നു, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് മീനൊക്കെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞ് അതിന് തീറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ മാമ്പഴത്തിൻ്റെ ഒരു ഫെസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പല വെറൈറ്റീസ് ഓഫ് മാമ്പഴം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാണാനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ വെറൈറ്റീസ് ഓഫ് മാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ മാമ്പഴം ഒന്നും വാങ്ങിയില്ല, അങ്ങനെ കണ്ട് പോകുമായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ വന്നു, ഫുഡ് സ്പോട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വെറൈറ്റീസൊക്കെ എന്തെങ്കിലും മാറ്റി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ എവിടെ ചെന്നാലും കോളിഫ്ലവറും പിന്നെ മുളക് ബജിയൊക്കെ കാണുമല്ലോ. അപ്പോൾ കോളിഫ്ലവർ വാങ്ങിച്ചു, കുഞ്ഞിനൊരു കുലുക്കി സർബത്ത് വാങ്ങിച്ചു കൊടുത്തു. അതവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാവ് ബജി ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ വാങ്ങിച്ചില്ല, എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനൊരു കോളിഫ്ലവറും വാങ്ങിച്ചു, ഒരു പാനിപൂരിയും വാങ്ങിച്ചിട്ടോ. വലുതായിട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വെച്ച് വരുന്നതേ ഉള്ളൂ. ഞാൻ കുഞ്ഞിനെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കുക, അവനും ബോറടിച്ചിരിക്കുകയല്ലേ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഫുൾ അവൻ്റെ അമ്മൂമ്മയുടെ കൂടാണ്. അപ്പോൾ അവനെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാമെന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. പാർക്കൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നും സെറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിത് തുടങ്ങി 2 വീക്സ് കഴിഞ്ഞിട്ടാണ് പോയത്, പക്ഷേ എന്നിട്ടും ഒന്നും സെറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഓണമൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും സെറ്റ് ചെയ്ത് വരിക. പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും സെറ്റാക്കിയിട്ടില്ലെന്നേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കുഞ്ഞിനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ബുക്ക് സെക്ഷൻസ്, അച്ചാർ, ടോയ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവന് നഴ്സറി പോകുന്നത് കൊണ്ട് അവന് കുറച്ച് പഠിക്കാനുള്ള നമ്മുടെ ABCD അങ്ങനത്തെ കുറച്ച് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് പെൻസിൽ, ഷോർപ്പ്നർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ഈ 90s കിഡ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഏരിയയിൽ വന്നു. പക്ഷേ ഇത്തവണ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. അവൻ്റെ ഐറ്റംസൊക്കെ ആയിട്ട് അവനിങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സൺഡേ ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ, കുഞ്ഞിനെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ, നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. പ്ലേ ഏരിയ ഒക്കെ സെറ്റായി വരുമ്പോഴത്തേനും കുറച്ചും കൂടി മെച്ചപ്പെടും തോന്നുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്തായാലും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.